ഇന്നലെ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ രഹസ്യമൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ചലച്ചിത്ര അക്കാദമി മുൻ എംഎൽഎയും സംവിധായകനുമായ PT കുഞ്ഞു മുഹമ്മദിന് കുരുക്കുമുറുകുന്നു. ലൈംഗിക പീഡന കേസിൽ ചലച്ചിത്ര അക്കാദമിക്ക് പോലീസ് നോട്ടീസ് ഉടൻ നൽകും. ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി ദിസ്ന പ്രേക്ഷകരുമായി പങ്കുവച്ചത്. നമുക്ക് പ്രധാനപ്പെട്ട ഒരു അന്താരാഷ്ട്ര വാർത്തയിലേക്കാണ് പോകേണ്ടത്. മെക്സിക്കോയിൽ സ്വകാര്യ വിമാനം തകർന്നു വീണ് 7 പേർക്ക് ദാരുണാന്ത്യം. സാൻ മെറ്റിയോ അച്ചൻകോവിലാണ് ഈ അപകടമുണ്ടായത്. പരിസരത്തെ ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ വിമാനം അടിയന്തരമായി താഴെയിറക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടം. താഴ്ന്നു പറക്കുന്നതിനിടെ വിമാനം പരിസരത്തെ കെട്ടിടത്തിൽ ഇടിച്ച് തകർന്നു വീണ് തീപിടിക്കുകയായിരുന്നു. വിവരങ്ങൾ നൽകും ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ്. ഐസൻ, ഗുഡ് മോർണിംഗ്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണല്ലോ എന്തായാലും ഈ ചെറുവിമാനം തകർന്നു വീണ് എത്ര പേരാണ് മരിച്ചത്? 8 പേരുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ 8ാമത്തെ ആളെ കണ്ടെത്തിയോ? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഐസൻ? അശ്വതി, ഈ 8ാമത്തെ ആളെ കണ്ടെത്തിയതെന്ന് സംബന്ധിച്ചുള്ള വിശദീകരണം ഇതുവരെ ഔദ്യോഗികമായി ലഭ്യമായിട്ടില്ല. എങ്കിലും അദ്ദേഹം മരിച്ചിരിക്കാമെന്നൊരു നിഗമനത്തിലാണുള്ളത്. 7 പേർ മരിച്ചു എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ അശ്വതി സൂചിപ്പിച്ചതുപോലെ മധ്യ മെക്സിക്കോയിലെ സാൻ മെറ്റിയോ അറ്റൻകോയിലാണ് ഈ അപകടമുണ്ടായത്. അപകടത്തിൽ വിമാനം പൂർണ്ണമായും തകരുകയായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്ന ഉടൻ തന്നെ ഏതോ സാങ്കേതിക തകരാർ കണ്ടെത്തിയ ഒരു സാഹചര്യം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി തൊട്ടടുത്തുള്ള ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ ഇറക്കാനുള്ള ഒരു നീക്കം നടത്തുന്നതിനിടെ അതിന് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു കെട്ടിടത്തിൽ ഇടിച്ച് തകരുകയായിരുന്നു. ഒരു വ്യവസായ മേഖലയായിരുന്നു ആ കെട്ടിടം മേഖലയിലായിരുന്നു ആ കെട്ടിടം എന്നതുകൊണ്ട് തന്നെ നിരവധി ജീവനക്കാരും ജോലിക്കാരും എല്ലാം തന്നെ ആ പ്രദേശത്തുണ്ടായിരുന്നു. അങ്ങനെ 130ഓളം പേരെ അവിടെ നിന്ന് അടിയന്തരമായി ഒഴിപ്പിച്ചതിന് ശേഷമാണ് രക്ഷാപ്രവർത്തനങ്ങളിലേക്ക് നീങ്ങാൻ സുരക്ഷാ സംവിധാനങ്ങൾക്കും അല്ലെങ്കിൽ രക്ഷാപ്രവർത്തകർക്കും സാധ്യമായത്. രക്ഷാപ്രവർത്തകർ അടിയന്തരമായി വിഷയത്തിൽ ഇടപെടുകയും കാര്യക്ഷമമായ രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ, അതായത് അവിടെയുള്ള സാധാരണക്കാർക്ക് അപകടമേൽക്കുന്ന സാഹചര്യം ഒഴിവാക്കാവുന്ന ഒരു സാധ്യത തുറന്നു കിട്ടിയത് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് 7 പേർ മരിച്ചുവെന്നും ഒരാളുടെ മൃതദേഹമോ അല്ലെങ്കിൽ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ എന്ന് സംബന്ധിച്ച വിശദാംശങ്ങളോ ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒരു ചെറുവിമാനമാണ് തകർന്നു വീണത്. അതുമാത്രമല്ല, ചെറുവിമാനത്തിൽ വിമാനം ടേക്ക് ഓഫിൻ്റെ സമയമായതിനാൽ തന്നെ പൂർണ്ണമായും ഇന്ധനം നിറച്ച അവസ്ഥയായതുകൊണ്ട് തന്നെ വലിയ തോതിൽ തീപടരുന്ന ഒരു സാഹചര്യവും ഉണ്ടായത് അപകടത്തിൻ്റെ ആക്കം കൂട്ടിയെന്നും റിപ്പോർട്ടുകളുണ്ട്. അശ്വതി, തീർച്ചയായും ഐസറാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. മെക്സിക്കോയിലാണ് ഈ ചെറുവിമാനം തകർന്ന് 7 പേർക്ക് ദാരുണാന്ത്യം സംഭവിച്ചത്. അങ്ങനെ ലൈവ് റിപ്പോർട്ട്സിന്റെ ആദ്യ 60 മിനിറ്റ് ഇവിടെ പൂർത്തിയാകുകയാണ്. ഇനി വരും മണിക്കൂറുകൾ അത് വളരെ നിർണായകമാണ്. ആ വളരെ നിർണായകമായ വാർത്തയുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഗൗതം അനന്തനാരായണൻ ചേരും. ഓവർ ടു ഗൗതം.